അസ്സലാമലൈക്കും. നമ്മളൊന്ന് കൊണ്ടുവരാൻ പോകണം തലച്ചോറില്ലാത്തൊരു നായനെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരാൻ പോകും. എവിടേക്ക് പോകാൻ ഇറങ്ങിയാലും നേരം വെക്കുന്ന ബാംഗ്ലൂർ കുഞ്ഞിപ്പം എന്നെ കാട്ടിക്കൂട്ടിൽ കണ്ട രണ്ടെണ്ണം കൊടുക്കാൻ തോന്നും. മന്തി വാങ്ങി തരാന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിപ്പന്നെ പറഞ്ഞു ഞാൻ വണ്ടി ഓട്ടിക്കോളാം. കയറിയപ്പം മുതൽ തുടങ്ങിയതാണ് നമ്മളെ ചെക്കൻ്റെ ഡിപ്രഷൻ. ഇതൊന്നും നമുക്ക് കണ്ടെടുക്കാനാവല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ തിരിഞ്ഞത്. അങ്ങനെ നമ്മൾ കൊണ്ടോട്ടെത്തിയപ്പോഴാണ് നമ്മളെ ചെക്കൻ നമുക്ക് വിളിച്ചത്. ചെക്കൻ എയർപോർട്ടിൽ ലാൻഡ് ആയിക്കണേ, അരമണിക്കൂർ മുന്നേ ലാൻഡ് ആയിക്കണേ. ഈ നായി കാരനാണ് നമുക്ക് നേരം വെക്കിയത്. അങ്ങനെ സൂപ്പർമാന്റെ മാതിരി പറന്ന് വന്ന് നോക്കുമ്പോൾ ഒടുക്കത്തെ ബ്ലോക്ക്. അങ്ങനെ ഒരു കണക്കിന് അതിന്റെ ഉള്ളിൽ തിന്നെ നമ്മളെ ചെക്കനെ കണ്ടുപിടിച്ചു. ചെക്കന്റെ കയ്യിലാണെങ്കിൽ ഫോണില്ല. ചെക്കനാണെങ്കിൽ നേരത്തെ ഏതോ ഒരാളെ ഫോണിൽ നിന്ന് വിളിച്ചു. തിരിച്ചു വിളിച്ചു നോക്കുമ്പോൾ ഒരു താത്തയെ ഫോൺ എടുത്തത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കരിപ്പൂർ എയർപോർട്ട് നമ്മൾ ഇത്ര നടന്ന് കാണുന്നത്. എന്തിനധികം പറയണ കക്കൂസിലേറെ നമ്മൾ പോയി നോക്കി. അവസാനം നമ്മൾ മൂന്നാൾ 3 ടീമായി നമ്മൾ തിരലോടക്കി. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോൺ നോക്കുന്നുണ്ട് ചെക്കന്റെ പുളി എങ്ങാനും വരുന്നുണ്ടോ നോക്കാൻ. അങ്ങനെ നീണ്ട അരമണിക്കൂറിന്റെ തെരച്ചിലിന് ശേഷം ചെക്കനെ കിട്ടി. ഓന്റെ പുളിങ്ങാച്ചിരി കണ്ട് നമ്മൾ വണ്ടിന്റെ അടുത്ത് നടന്നു. ഇതൊന്നും നോക്കില്ല, പെട്ടി തല്ലിലേറ്റിട്ട് നമ്മൾ ആറ്റിറ്റ്യൂഡാണ് ഇട്ട്. എന്തൊക്കെ പറഞ്ഞാലും വല്ലാത്തൊരു വൈബായി. അങ്ങനെ വണ്ടിയും കൊണ്ട് നമ്മൾ ബാംഗ്ലൂർ കുഞ്ഞിപ്പ് വന്ന്. ഈ ചങ്ങായിമാർക്കാണ് തീരെ അന്തല്ലാത്ത വെറുതെ ഇരുന്ന് ബ്ലോക്ക് ആക്കുക. ഓന്റെ നോട്ടം കണ്ടാൽ തന്നെ തേമ്പാൻ തോന്നും. അമ്മാരി നോട്ടാണ്. ഓനോന്റെ പെണ്ണുങ്ങളോട് പറയാതെ വന്നിട്ട് അതിന്റെ